ഹായ് ഹലോ വെൽക്കം ബാക്ക്. ജയൻ ഫാഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റണ്ണിങ് ആണ് കേട്ടോ, ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജോസി നാവിൻ, ഞങ്ങളുടെ സ്ഥലം കോട്ടയം ജില്ലയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരു പുതിയ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ട്, ജയൻ ഫാഷൻസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ന് ബാത്തിക്കിലൊക്കെ വരുന്നതാണ്, ഹാൻഡ് ബ്ലോക്കിൽ വരുന്നത്. അപ്പം 44 ഇഞ്ച് വിഡ്ത്ത് ബാത്തിക്കിൽ, ഒറിജിനൽ ബാത്തിക്കിലൊക്കെ വരുന്നതാണ് കേട്ടോ, ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ്. ഇതിപ്പം നല്ലൊരു ലാവൻഡർ ബേസിൽ വന്നിട്ട്, ഒരു പിങ്ക് ലാവൻഡർ ബേസിൽ വന്നിട്ട് അതിനകത്തോട്ട് വയലറ്റിൻ്റെ ലൈറ്റ് വയലറ്റും പിന്നെ ഓഫ് വൈറ്റിലുമാണ് കേട്ടോ ഈ ബാത്തിക് ഡിസൈൻസ് വന്നേക്കുന്നത്. ഒറിജിനൽ ബാത്തിക്കിൽ വരുന്നതാണ്. 44 ഇഞ്ച് വിത്താണ് വരുന്നത്. 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഓൺലൈൻ അഡ്വാൻസ് പേയ്മെൻറ്റുകളാണ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു ലൈറ്റ് ലാവൻഡർ പ്ലസ് ഒരു വയലറ്റിൻ്റെ ഒരു ഇതിലാണ്, ഇത് രണ്ടും കൂടെ സ്പ്രെഡായിട്ടുള്ള ഒരു രീതിയിലാണ് ബാത്തിക്കിൽ ബേസ് ഷെയ്ഡ് വന്നേക്കുന്നത്. അതിനകത്തോട്ട് ഇത് വൈറ്റ് ഓഫ് വൈറ്റിലാണ് കേട്ടോ, ഈ ഡിസൈൻ വൈറ്റ് ബേസിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ 205 ആണ് പെർ മീറ്റർ റേറ്റ്. പിന്നെ നമുക്ക് റണ്ണിങ്ങിന് ഷിപ്പിംഗ് അവൈലബിൾ ആണ്, ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ഷിപ്പിംഗ് വരുവേ, പ്ലസ് ഷിപ്പിംഗ്. അപ്പോൾ നമ്മൾ നോർമലി ഡീഫോൾട്ടായിട്ട് നമ്മൾ പോസ്റ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ DTDCയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൊറിയറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബേസിൽ വന്നേക്കുന്നതാണ്. ഇതൊരു മസ്റ്റാർഡിൻ്റെ ലൈറ്റ്, മസ്റ്റാർഡ് ബ്രൗൺ മസ്റ്റാർഡിലൂടെ ഒരു ലൈറ്റ് ബേസിൽ വന്നിട്ട് അതിനകത്തോട്ടാണ് കേട്ടോ, ലൈറ്റായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. കുറച്ചും കൂടെ മസ്റ്റാർഡ് കൂടിയതാണ് ഇതിനകത്ത് ബേസ് വരുന്നത്. എന്നിട്ട് മസ്റ്റാർഡിൻ്റെ തന്നെ ഇതിനകത്താണ് ഈ ഷെയ്ഡ്സ് വരുന്നത്. ആൻഡ് ബ്രൗൺ, കോഫി ബ്രൗണിലാണ് കേട്ടോ ഷെയ്ഡ്. നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഹാൻഡ് ബ്ലോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് കെയറൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. ഹാൻഡ് ബ്ലോക്കും കോട്ടനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. 44 ഇഞ്ച് വിഡ്ത്ത്, 205 ആണ് പെർ മീറ്റർ റേറ്റ് പ്ലസ് കൊറിയർ ചാർജസ്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് വണ്ട ഈ ഒരു കോയിൻ്റെ ഡിസൈനിലൊക്കെ വരുന്നത്, കോയിൻ ഡിസൈനിൽ വരുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു അജ്രക്കിൻ്റെ ആ ഒരു ഇതിലോട്ടൊക്കെ വരുന്നതാണ് കോയിൻ ഇതെന്ന് പറയുന്നത് കോഫി ബ്രൗൺ കാഷിഷ് ആ ഡിസൈനിൽ വരുന്നതാണ്. ഇതിന് നമുക്ക് ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ട് നമുക്ക് ഈ സ്ട്രൈപ്സും എടുക്കാമേ. ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പിനേഷൻ രണ്ടും ഹാൻഡ് ബ്ലോക്കിലാണ്. 205 ആണ് പെർ മീറ്റർ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ. ഇനി ഈ സ്ട്രൈപ്സും നമുക്ക് ടോപ്പിന് തന്നെയായിട്ട് സ്ട്രൈപ്സും എടുക്കാം. അത് ബോട്ടത്തിന് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് സ്ട്രൈപ്സിനും എടുക്കാം, ഇത് ടോപ്പിനും എടുക്കാം കേട്ടോ സ്ട്രൈപ്സ്. എങ്ങനെ ഇനി വരുന്നത് അതായത് ഈ ഒരു ഡിസൈനില്ലേ, ഈ ബ്രഷ് പെയിൻറ്റിൻ്റെ ആ ഒരു രീതിയിലുള്ള, ഇതിപ്പം ഗ്രീനിലാണ് വന്നേക്കുന്നത്. ഈ ഒരു ഖാദി ആ ലുക്കിൽ വരുന്നത് ഇതങ്ങനെ 205 ആണ് കേട്ടോ, ബ്ലോക്കിലാണ് വന്നത്. ഇനി നമുക്ക് ഗ്രീൻ ബേസിലോ അല്ലെ ബ്ലാക്ക് ബേസിലോ ഉള്ള ബോട്ടം നമുക്ക് ഉപയോഗിക്കാവേ. ഇപ്പോൾ ഗ്രീൻ 140 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് ടോപ്പിനും ചെയ്യാം, ബോട്ടത്തിനും എടുക്കാം. 44 ഇഞ്ച് തന്നെ വിഡ്ത്ത് വരുന്നതുകൊണ്ട് തന്നെ പ്ലെയിൻ ടോപ്പിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതെങ്ങനെ, അപ്പോൾ ഇതെടുക്കാം. ഇത് നമുക്ക് ബോട്ടത്തിന് എടുക്കാം, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാച്ച് ചെയ്ത് പോകുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് രണ്ടും കൂടെ. അപ്പോൾ 44 ഇഞ്ച് വിഡ്ത്ത്
140 ആണ് കേട്ടോ ഈ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ടോപ്പിനും എടുക്കാം ബോട്ടത്തിനും എടുക്കാം, ഇപ്പം രണ്ടും. ഇത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 2051 ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് കേട്ടോ. ആ ഒരു ബ്രഷ് പെയിൻറ്റ് ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇപ്പം നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത്. ഇതിന് നമുക്ക് നല്ല മെറൂൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ മെറൂൺ എടുക്കാം, പിന്നെ ബ്ലാക്കും എടുക്കാം. ബോട്ടത്തിന് നല്ല മെറൂൺ കോട്ടണിൽ ഇത് വന്ന് നല്ല ബ്ലാക്കിൽ വരുന്നതാണ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ല ടോപ്പ് ബോട്ടം കോമ്പിനേഷനൊക്കെ നല്ല ജെറ്റ് ബ്ലാക്കും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആ മെറൂൺ നല്ല റെഡിഷ് മെറൂൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ റെഡിഷ് മെറൂൺ, ഇത് നല്ല റെഡിഷ് മെറൂണാണ് കേട്ടോ, നല്ലത്. ഇതും ഈ പ്ലെയിൻ മെറ്റീരിയൽസിൻ്റെ ഇതിനകത്ത് പ്ലെയിൻ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത് 140 ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു രണ്ടും കൂടെ കോമ്പിനേഷൻ എടുക്കാവേ. ഏത് വേണമെന്ന് നോക്കി നമുക്കെടുക്കാം. നല്ല മെറൂണിഷ് വന്നിട്ടുള്ളതാണ്, കുറച്ച് ഡാർക്കാണ്, നല്ല ബ്രൈറ്റ് റെഡ് അല്ല കേട്ടോ. അപ്പോൾ അത് പിന്നെ വരുന്നത് ഇതിങ്ങനെ സ്ട്രൈപ്സ് ആണ് കേട്ടോ. മറ്റേത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്സ് ഹൊറിസോണ്ടലായിട്ടും പോകുന്നുണ്ടായിരുന്നു ലൈൻസ്. ഇത് താഴോട്ട് വെർട്ടിക്കലായിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇതിന് നമുക്ക് ഈ ഒരു ഇതിനകത്ത് റെഡിൻ്റെ ഷെയ്ഡ് പോകുന്നുണ്ട്, ബ്ലൂവിൻ്റെ ഷെയ്ഡ് പോകുന്നുണ്ട്, പിന്നെ പിങ്കിൻ്റെ ഷെയ്ഡ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇതിന് ബോട്ടമായിട്ട് പെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബോട്ടം വെച്ച് പെയർ ചെയ്യാം. ഒരുപാട് കളേഴ്സിലുള്ള ലൈൻസ് ഇതിനകത്തൂടി പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഖാദി ഫീലൊക്കെ കിട്ടും. നമുക്ക് ടോപ്പൊക്കെ ചെയ്തിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ടോപ്പ് നമുക്ക് ലഭിക്കും. നല്ല ധൈര്യമായിട്ട് എടുത്തോളൂ. ലൈനിങ് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചോയ്സ്. പിന്നെ ഹാൻഡ് ബ്ലോക്കിൽ ഇങ്ങനെ 6 ആഗിൽ വരുന്നുണ്ട്. ഒരു ഗ്രീൻ ബേസിൽ വരുന്നിട്ട് ഇങ്ങനെ ഗ്രീനിലെ ലൈറ്റ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റിൽ 6 ആഗ് വരുന്നുണ്ട്. പിന്നെ ഇതും ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു നല്ലൊരു ചെറുപയർ വച്ചയുടെ ആ ഒരു ഗ്രീനിൽ വരുന്നതാണ്. അതിന് നമുക്ക് ബോട്ടമായിട്ട് ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഇതെടുക്കാം. ഇതിനകത്തെ ഈ ലൈറ്റർ ഇതിനകത്ത് ഈ ഗ്രീൻ്റെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ്സാണ് പോകുന്നത്. അപ്പം ഈ ലൈറ്റ് ഷെയ്ഡും ഇതും തമ്മിൽ നമുക്ക് മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ബോട്ടമായിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേജ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടമായിട്ട് പെയർ ചെയ്യാമേ. അപ്പം ഇതിന് 140 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. പ്ലെയിൻ കളേഴ്സ് ലാസ്റ്റ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ടോപ്പിനും എടുക്കാം കേട്ടോ. പിന്നെ ഇത് ബാത്തിക്കിൽ വരുന്ന നെക്സ്റ്റ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്ത്, 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് നേവി ബ്ലൂ ആണ് ബേസ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ്. ഇത് ഈ രണ്ടെണ്ണം. ഇത് ബാത്തിക്കിൽ എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ ബാത്തിക്കിൽ മൾട്ടി കളേഴ്സിൽ വരുന്ന ബാത്തിക് പ്രിൻറ്റുകൾ. അപ്പോൾ ഇത് രണ്ടെണ്ണം. ഇതിന് നേവി ബ്ലൂ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബോട്ടമായിട്ട് പെയർ ചെയ്യാനായിട്ട്. ഇത് രണ്ടിനും നമുക്ക് ഈ ഒരു ബോട്ടം വെച്ച് പെയർ ചെയ്യാം കേട്ടോ. പ്ലെയിൻ കളേഴ്സിന് 140 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്ലെയിൻ കളേഴ്സ് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ബോട്ടത്തിനോ ടോപ്പിനോ ഒക്കെ 44 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന നല്ല പ്ലെയിൻ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. നമുക്ക് ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ, ഭയങ്കര ഡാർക്കല്ല,
എന്നാൽ ഒരുപാട് ലൈറ്റും ഇല്ലാത്ത നല്ലൊരു ഗ്രീൻ ബേസിൽ വരുന്നു. ഇതെന്ന് പറയുന്നത് റെഡിഷ് മെറൂൺ ബേസിൽ വരുന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഒരു വൈൻ ബേസിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല ഡാർക്കർ വൈനാണ് കേട്ടോ. ലൈറ്റായിട്ടാണോ വീഡിയോയ്ക്കകത്തുനിന്ന് ഒരു സംശയമുണ്ട് കേട്ടോ. നല്ല ഡാർക്കർ നല്ലൊരു വൈൻ ബേസിൽ വരുന്നതാണ്. ഡാർക്കർ പിങ്കിൻ്റെ ബേസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു യെല്ലോ എന്ന് പറയുമ്പം ഇച്ചിരി ഒരു ഗ്രീൻ്റെ ടിൻറ്റ് കൂടിയൊരു യെല്ലോയാണ്. ഇപ്പോൾ ഇത് നല്ലൊരു യെല്ലോ ബേസിൽ. ഇതെന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ബേസിൽ വരുന്നതാണ് കേട്ടോ. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. എല്ലാം 44 ഇഞ്ച് വിഡ്ത്ത്, 140 ആണ് കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ലാവൻഡറിൻ്റെ ബേസിൽ വരുന്നതാണ്. ഭയങ്കര ലൈറ്റ് ലാവൻഡർ അല്ല, അത്യാവശ്യം കളറുണ്ട്, ബ്രൈറ്റ്നസ് ഉള്ള ഒരു ലാവൻഡറിൻ്റെ ബേസിലാണ് വരുന്നത് കേട്ടോ. ഈ നമ്മുടെ ഇരുന്ന് ലാവൻഡറിൻ്റെയൊക്കെ ഈ ഹക്കോബയുടെ മെറ്റീരിയൽസ് എടുത്തവർക്ക് അതിന് ബോട്ടം മെറ്റീരിയലായിട്ട് ഇത് എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഹക്കോബ, പറഞ്ഞാൽ എടുത്ത് കാണിക്കാമേ. നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് റെഡിൽ, ഇത് നല്ല ബ്രൈറ്റ് റെഡാണ്, റെഡിൽ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നതാണ് കേട്ടോ. പീസ് വരുന്നത് ഡാർക്കർ ലാവൻഡറാണ് കേട്ടോ. ലാവൻഡർ പ്ലസ് ഒരു പിങ്കിൻ്റെ ഒരു ഇതും കൂടെ കൂടിയതാണ്. ഒനിയൻ പിങ്ക് അല്ല, ഒനിയൻ പിങ്ക് പ്ലസ് ലാവൻഡർ, ആ ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ശരിക്കും കളർ പറയാൻ ലൈലാക്ക് അല്ല കേട്ടോ, ലൈലാക്കിൻ്റെ അല്ല. അപ്പോൾ ഇത് പീക്കോ ഗ്രീനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നേവി ബ്ലൂ വരുന്നുണ്ട്. ഇത് നല്ല ഡാർക്കർ നേവി ബ്ലൂ തന്നെയാണ്, ഭയങ്കര ഡള്ളായിട്ടുള്ളതൊന്നുമല്ല. ഇതും നല്ല ബ്ലാക്കിലാണ് വരുന്നത്, ഡൾ ലുക്കിലൊന്നും അല്ല കേട്ടോ. നല്ല ബോട്ടിൽ ഗ്രീൻ ബേസിൽ തന്നെ വരുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാം 44 ഇഞ്ച് വിത്താണ്, 140 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ലാവൻഡർ ബേസിലുള്ള ഹക്കോബയുടെ മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ബോട്ടമായിട്ട് ഇത് നല്ലതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബോട്ടം വേണ്ടവർക്ക് എടുക്കാമേ. 140 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ. നമ്മുടെ വീഡിയോസ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 7 PM ആണ് കേട്ടോ. അപ്പോൾ അത് മറക്കാതെ കാണണേ. അതുപോലെ തന്നെ വീഡിയോസ് പുറകോട്ട് നോക്കിക്കോളൂ, എന്നിട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ. അവൈലബിലിറ്റി നോക്കിയിട്ട് പറയാമേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ.